ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആലോചനകളിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ പോകുന്ന സമയമാണ്. കാരണം പൊതുതെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് അടുത്തെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായും അതിന്റെ സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള പ്രധാനപ്പെട്ട ചർച്ചകളിലേക്കൊക്കെ മുന്നണികൾ കടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഇടതുമുന്നണിയിൽ തുടക്കമാവുകയാണ്. ഇന്ന് LDF യോഗം ചേരും. വൈകിട്ട് 4-ന് തിരുവനന്തപുരത്താണ് യോഗം. രാവിലെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. കഴിഞ്ഞ ദിവസം CPI എക്സിക്യൂട്ടീവ് യോഗവും ചേർന്നിരുന്നു. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എങ്ങനെയാണ് ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ, മറ്റ് തെരഞ്ഞെടുപ്പ് ആലോചനകളൊക്കെ. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഷീജ, തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ സീറ്റ് വിഭജന ചർച്ചകൾ, സ്ഥാനാർത്ഥി നിർണയം, മുന്നണികൾക്കൊക്കെ തിരക്ക് പിടിച്ച സമയമാണ്. LDF ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ആലോചനകളിലേക്ക്, സീറ്റ് വിഭജന ചർച്ചകളിലേക്കൊക്കെ കടക്കുകയാണ്. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാവിലെയുണ്ട്. പിന്നെ LDF യോഗം ചേരുന്നു. CPIയുടെ പ്രധാനപ്പെട്ട യോഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. അങ്ങനെ ചൂട് പിടിച്ച രാഷ്ട്രീയ ചർച്ചകളിലേക്ക്, തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കുകയാണ് LDF. ഇന്നിപ്പോൾ നേതൃയോഗങ്ങൾ ചേരുമ്പോൾ പ്രധാന വിഷയങ്ങൾ, അജണ്ടകൾ എങ്ങനെയാണ്? തീർച്ചയായും മനു, ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാവുന്നൊരു സാഹചര്യമാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് മുന്നണികൾ എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇതിനകം തന്നെ കടന്നു കഴിഞ്ഞു എന്ന് തന്നെ പറഞ്ഞ് വയ്ക്കേണ്ടി വരും. കാരണം ഔദ്യോഗികമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾക്കൊക്കെയാണ് ഇന്നിപ്പോൾ ഇടതുമുന്നണിയിൽ തുടക്കമാകുന്നത്. LDF യോഗം ചേരുന്നത് ഇന്നിപ്പോൾ വൈകിട്ട് 4 മണിക്കാണ്. അതിനു മുന്നോടിയായി തന്നെ രാവിലെ 10 മണിക്ക് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അതിനൊപ്പം തന്നെ CPIയുടെ സംസ്ഥാന കൗൺസിലും ഇന്നും നാളെയുമായി ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് ചേർന്നിരുന്നു. കഴിഞ്ഞ ദിവസം CPIയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലും ഈ ലോക്സഭ സീറ്റ് സംബന്ധിച്ചുള്ള കാര്യത്തിൽ, സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള കാര്യത്തിലൊക്കെ പ്രാഥമിക ഘട്ടത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഇന്നും നാളെയുമായി CPIയുടെ കൗൺസിൽ യോഗവും നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് വൈകിട്ട് ചേരുന്ന ഇടതുമുന്നണി യോഗം തന്നെയാണ്. ഇടതുമുന്നണി യോഗത്തിൽ സമഗ്രമായി തന്നെ ഈ സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഔദ്യോഗികമായിട്ടുള്ളൊരു തുടക്കം ഇന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു സാഹചര്യം വലിയ തോതിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ ലഭിക്കുന്നൊരു സ്വീകാര്യതയുണ്ട്. അതിനൊപ്പം തന്നെ കേന്ദ്രത്തിനെതിരായി ശബ്ദമുയർത്തിയ കേരളത്തിൻ്റെ ഒരു മുഖം, കേരളത്തിന് വലിയ തോതിലുള്ളൊരു സ്വീകാര്യത ദില്ലിയിൽ ലഭിച്ചു. കഴിഞ്ഞ ദിവസത്തെ സമരമൊക്കെ ആ രീതിയിൽ മറ്റ് പല സംസ്ഥാനങ്ങളും കേരളത്തിനൊപ്പം കൂടുന്ന കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമാകുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ LDFന് സ്വീകാര്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് പൊതുവായി LDFനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ളൊരു മുന്നേറ്റം നടത്തുക എന്നുള്ളത് തന്നെയാണ് LDF ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയം അടക്കം തന്നെയാണ് LDFൻ്റെ പരിഗണനയിലുള്ളത്. CPIMും CPIയും അവരുടേതായിട്ടുള്ള യോഗങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്തതിനു ശേഷം ഏതായാലും വൈകിട്ട് ചേരുന്ന LDF യോഗത്തിൽ ഇത് സമഗ്രമായി തന്നെ എല്ലാ മുന്നണികളും കക്ഷി നേതാക്കൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ആ രീതിയിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് കൂടിയാണ് ഇന്നിപ്പോൾ ഇടതുമുന്നണി യോഗത്തിൽ തുടക്കമാകാൻ പോകുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇത്തരത്തെ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്, നമുക്കറിയാം. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ദില്ലിയിൽ നടത്തിയ ഒറ്റ സമരം കൊണ്ട് രാജ്യത്തിന് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് ആ സമരം പകർന്ന ഊർജ്ജമുണ്ട്. ഈ ഇന്ത്യ മുന്നണിയെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്യം നമുക്ക് അന്ന് മനസ്സിലായതാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു. കാരണം കോൺഗ്രസ്സിന് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം, ഇടതുപക്ഷം വിളിച്ചൊരു സമരത്തിൽ എല്ലാവരും ഒരുമയോടെ വരികയും വലിയ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് പരമാവധി അംഗങ്ങളെ ലോക്സഭയിലേക്ക് ജയിപ്പിക്കേണ്ടതിൻ്റെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പാർലമെൻറ്റിലേക്ക് അയക്കാൻ പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ആ തരത്തിൽ കൂടി ഇടതുപക്ഷത്തിന് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. തീർച്ചയായും മനു, അതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രത്യേകിച്ചും മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ CPIMന് ഉള്ളൊരു പ്രാധാന്യം, അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന കക്ഷികൾക്കുള്ളൊരു പ്രാധാന്യം, അത് എത്രത്തോളമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ദില്ലിയിലെ സമരത്തിൽ കണ്ടത് തന്നെയാണ്. ഏത് രീതിയിലാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ BJP വിരുദ്ധ ഘടകങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചത് എന്നതടക്കം വലിയൊരു നിർണായകം തന്നെയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും എല്ലാ സീറ്റുകളും
സീറ്റുകളിലും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ പരിഗണന നൽകുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അതാത് പാർട്ടികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം തന്നെ. അതിനൊപ്പം തന്നെ സമഗ്രമായ രീതിയിൽ സീറ്റ് വിഭജനത്തിലടക്കം ഇന്ന് ചർച്ചകൾ ഔദ്യോഗികമായി തന്നെ തുടങ്ങുമ്പോൾ ആ സീറ്റ് വിഭജനം കൃത്യമായ രീതിയിൽ മുന്നണിയിൽ കാലാകാലങ്ങളായി നടക്കുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ നടക്കും. അതിനൊപ്പം തന്നെ പ്രധാനമായും സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും വിജയിപ്പിച്ച് ദില്ലിയിലേക്ക് എത്തിക്കുക, പാർലമെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതു മുന്നണി ലക്ഷ്യമിടുന്നത്. കാരണം അത്രത്തോളം ഒരു മോശം സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ബി ജെ പിക്കെതിരെ സ്വരമുയർത്തുക അല്ലെങ്കിൽ ബി ജെ പിക്കെതിരെ ശക്തമായ രീതിയിൽ വിഷയങ്ങളിൽ വിമർശനം ഉന്നയിക്കുക, ഇത് വലിയ തോതിൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. അത്തരത്തിലുള്ളൊരു വലിയ തോതിലുള്ളൊരു കേരളം തന്നെ വലിയ തോതിലുള്ള അവഗണന നേരിടുന്ന ഒരു ഘട്ടം കേന്ദ്രത്തിൽ നിന്നും ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും കേരളത്തിൻ്റെ സ്വരം ദില്ലിയിൽ ഉയരണം എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് ആ രീതിയിൽ അത് ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്നുള്ള കൂടുതൽ കക്ഷികളിലൂടെ ആയിരിക്കണം, കൂടുതൽ അംഗങ്ങളിലൂടെ ആയിരിക്കണം അവിടെ ദില്ലിയിൽ ഉയരേണ്ടത് എന്നുള്ളതും ഇടതുമുന്നണിയുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതിൽ സംശയമില്ല. മനു, തീർച്ചയായും എന്തായാലും സീറ്റ് വിഭജന ചർച്ചകളിലേക്കൊക്കെ വരുമ്പോൾ, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കൊക്കെ എത്തുമ്പോൾ പക്ഷേ പ്രവർത്തകരും നേതാക്കളുമൊക്കെ അതിനു മുൻപ് തന്നെ സജീവമായി കഴിഞ്ഞല്ലോ. ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആ രീതിയിലുള്ള ഒരു നീക്കത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി ദേശീയ തലത്തിലുണ്ട്. പക്ഷേ ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷവും UDF-ഉം ഇടതുപക്ഷവും നേർക്കുനേർ പോരാട്ടത്തിന് വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് അങ്ങനെ സജീവമായ പ്രാധാന്യമടക്കമുണ്ട് ഇല്ലേ? ആ രീതിയിൽ കൂടി നമ്മൾ കാണണം. തീർച്ചയായും മനു, കാരണം ദേശീയ തലത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിനെതിരായ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു സാഹചര്യം പരിശോധിച്ചാൽ തന്നെ അറിയാം. കാരണം സംസ്ഥാനത്തെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് കേന്ദ്രത്തിലെ കോൺഗ്രസ് AICC സ്വീകരിക്കുന്ന നിലപാടിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാടാണ് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് പൂർണ്ണമായും ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ളൊരു സമീപനമാണ് എപ്പോഴും സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വാശിയേറിയ പോരാട്ടത്തിൽ തന്നെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുള്ളതിൽ സംശയമില്ല. ആ രീതിയിൽ ഉള്ളൊരു മത്സരം തന്നെയാണ് പ്രധാനമായും സംസ്ഥാനത്തുണ്ടാകുക. വ്യത്യസ്തമായൊരു രീതിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുക. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ആ രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നതെങ്കിൽ പോലും പക്ഷേ കേരളത്തിൽ അതിൽ നിന്നും ഭിന്നമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആ രീതിയിലുള്ള മത്സരം ഇതിനകം തന്നെ കഴിഞ്ഞ ദിവസം LDF കൺവീനർ EP ജയരാജനും വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇടതുമുന്നണി സജ്ജമാണ്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേരത്തെ തന്നെ ഇടതുമുന്നണി പ്രവർത്തകർ തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF പ്രവർത്തകരുള്ളത്. ഏത് സമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഇടതുമുന്നണി സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു ആത്മവിശ്വാസം ഇടതുമുന്നണി പ്രവർത്തകർക്കുള്ളിലും ഇതിനകം തന്നെ ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ശരി ഷീജ, ഏതായാലും വളരെ ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് ഇടതുമുന്നണി കടക്കുകയാണ്. അതിൻ്റെ സമഗ്രമായ വിവരങ്ങളാണ് ഷീജ നൽകിയത്. രാവിലെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും, വൈകിട്ട് LDF യോഗം ചേരും. അങ്ങനെ നേതൃയോഗങ്ങളൊക്കെ ചേർന്ന് സ്ഥാനാർത്ഥി നിർണ്ണയം, സീറ്റ് നിർണ്ണയം അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ അത് പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനിയിപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഏപ്രിൽ 16 തെരഞ്ഞെടുപ്പ് ആയിരിക്കുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നടപടികളെടുക്കാൻ അതാത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളോടൊക്കെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനൗദ്യോഗിക നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ നടക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷവും നമ്മൾ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് പോകാം. അത് മുന്നിൽ കണ്ടുകൊണ്ട് മുന്നണികളൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണ്ണയവും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. ഇടതുമുന്നണിയുടെ യോഗങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ ഷീജ നമുക്ക് നൽകിയത്.